പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു കാഴ്ച, ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇക്കഴിഞ്ഞ 25-ാം തീയതി സുൽത്താൻ ബത്തേരിയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു കാറിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. കാറ് പോകുന്ന കൂട്ടത്തിൽ അതിന്റെ തൊട്ടു മുന്നിൽ സഞ്ചരിച്ചിരുന്ന, നമുക്കറിയാം മഴയായിട്ട് റോഡൊക്കെ വെള്ളമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ്, നനഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. കാറിന് തൊട്ട് മുന്നിൽ പോയ ആ 2 വീലർ പെട്ടെന്ന് സ്കിഡായിട്ട് ആ സ്കൂട്ടർ ഓടിച്ചിരുന്ന ആള് റോഡിലേക്ക് വീഴുകയാണ്. ആ കാർ ഓടിച്ചിരുന്ന ആള് സമയോചിതമായിട്ട് നിർത്തിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ അപകടം പറ്റി ആ വീണ ആളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുകളിൽ ആ കാർ കയറി ഇറങ്ങിപ്പോയിനെ. അപ്പോൾ ആ ഡ്രൈവറോട് നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും മതി വരില്ല. പക്ഷെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ എതിരെ വരുന്നൊരു KSRTC ബസ് ഉണ്ട്. മനസ്സിലാക്കണം, ആ KSRTC ബസിന്റെ കുഴപ്പം കൊണ്ടേ അല്ല ഈ അപകടം സംഭവിച്ചത്. പക്ഷേ ആ KSRTC ബസ് സൈഡിൽ നിർത്തിയിട്ടിട്ട് ആ ഡ്രൈവറും കണ്ടക്ടറും നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവര് വന്ന് ഈ താഴെ വീണ ആളിനെ, ഒപ്പം ഈ കാർ ഓടിച്ചിരുന്ന ആൾ എത്തിയിട്ടുണ്ട്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ താഴെ വീണ ആളിനെ എഴുന്നേപ്പിച്ച് സൈഡിൽ കൊണ്ട് നിർത്തി അദ്ദേഹത്തിനോട് പരിക്കുകളെ പറ്റിയൊക്കെ തിരക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു KSRTC ഡ്രൈവറെയും കണ്ടക്ടറെയൊക്കെ കണ്ടപ്പോൾ ആ കാറിന്റെ ഡ്രൈവറും ഉണ്ട്. അതിനുശേഷം ആ ഡ്രൈവറും KSRTCയിലെ ഡ്രൈവറും കണ്ടക്ടറും വന്നിട്ട് ഈ കാർ ഓടിച്ച ആൾക്ക് അയാളെ അഭിനന്ദിക്കുകയാണ്, അയാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. കാരണം അയാളുടെ സമയോചിതമായ ഇടപെടലാണ് ഇദ്ദേഹത്തിന് ജീവൻ രക്ഷിച്ചത്. സാധാരണ നമ്മൾ KSRTC ഡ്രൈവർമാരെ പറ്റി കുറെ പേരെങ്കിലും പറ്റി ഇരുചക്ര വാഹനക്കാർക്ക് പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ തൊട്ടുപുഴി കൂടെ അടിച്ചു പറത്തിയാണ് ബസ് പോകുന്നത്. നമ്മളൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു മൈൻഡ് പോലും ചെയ്യാതെ ആ ബസ് കടന്നു പോകുക ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ KSRTCയിലെ ആ ഡ്രൈവറും കണ്ടക്ടറും എത്ര നല്ല മനസ്സുള്ള മനുഷ്യരാണെന്ന് ആലോചിക്കണം. അവർക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഇടപെടുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, ആ ആളിനെ പിടിച്ച് സൈഡിൽ കൊണ്ടിരുത്തുന്നു. എന്താ അല്ലേ?